Next topic, expectation of a function of a random variable. അതായത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്, അതിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് ഫൈ ഓഫ് എക്സ് എനി മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്, അതാണ് ഫൈ ഓഫ് എക്സ്. നമുക്ക് വേണ്ട എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് ആണ് വേണ്ടത്, ഫൈ ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, സിഗ്മ ഓവർ എക്സ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്താണോ അതാണ് ഇവിടെ എഴുതാനുള്ളത്, സിഗ്മ ഓവർ എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് ഈ ഇക്കകത്തുണ്ടല്ലോ, ഇ ഓഫ് എന്ന് എഴുതത്തില്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് എന്ന് എഴുതത്തില്ലേ, അതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആദ്യം എഴുതുക, ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇടുക. മനസ്സിലായല്ലോ? സിഗ്മ ഓവർ എക്സ് ഇതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, അതായത് ഏത് ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണോ വേണ്ടത് ആ ഫംഗ്ഷൻ ഇൻറ്റു അവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് ആയിരുന്നല്ലോ, ആ എക്സിൻ്റെ പി ഡി എഫ് അല്ലേ, സിഗ്മ ഓവർ എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എപ്പോഴാ? എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനി കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഈ സിഗ്മ മാറിയിട്ട് അവിടെ ഇൻ്റഗ്രൽ വരും. കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ആർ. കണ്ടോ, അവിടുത്തെ ലിമിറ്റ് എന്താണോ ആ ലിമിറ്റ് ഇവിടെ എഴുതണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും മതി. ഞാനിവിടെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നല്ല എഴുതിയിരിക്കുന്നത്, ഇൻ്റഗ്രൽ ഓവർ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണോ കൊടുത്തേക്കുന്ന റേഞ്ച് അത് എഴുതുക ഇൻ്റഗ്രലിന്. ഇനി ഇതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എഴുതുക, ഫൈ ഓഫ് എക്സ്, പിന്നെ അതിൻ്റെ പി ഡി എഫ്, എക്സിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതെപ്പോഴാണ്? എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ. മനസ്സിലായല്ലോ? ഈ ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ കേസ് 1, ഇവിടെ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ടാബുലാർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് x1 x2 x3 എക്സെട്ര xn. പ്രോബിലിറ്റി എന്ന് പറയുന്നത് p1 p2 p3 എക്സെട്ര pn. ഇപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരുന്നുവെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ, അതായത് സമ്മേഷൻ. ആരുടെ സമ്മേഷൻ? എക്സ് ഐ ഇൻറ്റു പി ഐകളുടെ സമ്മേഷൻ, എക്സ് ഐ ഇൻറ്റു പി ഐ. ഇതിനകത്ത് എക്സ് ആയതുകൊണ്ടാണ് എക്സ് ഐ വന്നത്. ഒരു കറസ്പോണ്ടിങ് പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് ആ സമ്മേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ. ഇവിടെ ആകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? സിഗ്മ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ. മനസ്സിലായല്ലോ? സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ. അതായത് x1ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് p1 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് x2ൻ്റെ സ്ക്വയർ എടുത്തിട്ട് p2 മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ പ്ലസ് x3യുടെ സ്ക്വയർ എടുത്തിട്ട് p3 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് എക്സെട്ര xn അതിൻ്റെ സ്ക്വയർ ഇൻറ്റു pn. ആ സമ്മായിരിക്കും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ പി ഐ. ഓക്കെ, ഇനി കേസ് 2. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇവിടെയും ഡിസ്ക്രീറ്റ് കേസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പി എം എഫ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഫോമായിട്ട് കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പി എം എഫ് ആണ്. ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പി എം എഫ് ആണ് എഫ് ഓഫ് എക്സ്. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ്. കണ്ടോ, എക്സിൻ്റെ ലിമിറ്റ് എന്താണോ അത് ഇവിടെ കൊടുക്കണം, സിഗ്മ ഓവർ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, അതിൻ്റെ പി എം എഫ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇ ഓഫ് എന്ന് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് എന്താണോ വരുന്നത് അതായിരിക്കണം ഇവിടെ വരാനുള്ളത്. ഇവിടെ ക്യാപിറ്റൽ എക്സ് കൊടുത്തിട്ടുണ്ട്, സിഗ്മയ്ക്കകത്ത് ഞാൻ സ്മാൾ എക്സ് ആണ് എഴുതിയിരിക്കുന്നത്, എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. കേസ് 3, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, അതിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സും ആണ്. എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ. അവിടെ എന്താണോ
ലിമിറ്റ് അത് നിങ്ങളിവിടെ എഴുതണം കേട്ടോ. ഞാൻ ജനറലായിട്ട് ഇൻ്റഗ്രൽ ഓവർ ആർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, എക്സിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് എക്സ് സ്ക്വയർ, ഇതിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ ആദ്യം വരണം. എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി ക്യാപിറ്റൽ എക്സിൻ്റെ PDF എഫ് ഓഫ് എക്സ് ഡി എക്സ്. മനസ്സിലായല്ലോ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ റാൻഡം വേരിയബിളായ ക്യാപിറ്റൽ എക്സിൻ്റെ PDF ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് PMF എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 6 ഇഫ് എക്സ് ഈക്വൽ ടു 1, 2, 3. അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാം, ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് കാണുമ്പോഴേ അറിയാം ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ PMF എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 6 ആണ്. എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ 1, 2, 3 ആകുമ്പോൾ. ബാക്കിയുള്ള ഏത് വാല്യൂവിനും എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അതാണ് എഴുതിയിരിക്കുന്ന 0 എൽസ്വെയർ. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. കണ്ടോ, എക്സ്പെക്റ്റേഷൻ അകത്ത് ഇതിനകത്ത് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഈസ് ഓപ്ഷൻ എ 57/3, ഓപ്ഷൻ ബി 52/3, ഓപ്ഷൻ സി 58/3, ഓപ്ഷൻ ഡി 58/5. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്ക് അകത്ത് ഒരു ഫംഗ്ഷൻ കിടക്കുകയാണ്, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ആണ്. നമുക്കതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസാണ്. അപ്പോൾ സിഗ്മയാണ് യൂസ് ചെയ്യാനുള്ള. സിഗ്മ ഓവർ എക്സ്, ഇതിനകത്ത് കിടക്കുന്ന എക്സിലുള്ള ഫംഗ്ഷൻ എന്താണോ അത് ആദ്യം എഴുതണം. ക്യാപിറ്റൽ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് സിഗ്മയ്ക്ക് അകത്ത് എഴുതുമ്പോൾ സ്മാൾ എക്സ് എഴുതിയാൽ മതി. എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ ക്യാപിറ്റൽ എക്സിൻ്റെ PDF അല്ലെങ്കിൽ PMF. ഇവിടെ PMF ആണ് പറഞ്ഞേക്കുന്നത്, അത് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ഓവർ എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? 1, 2, 3 അങ്ങനെ വേരി ചെയ്യുന്നത്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 1 മുതൽ 3 വരെയാണ്. അപ്പോൾ എക്സ് 1 ആകുന്നുണ്ട്, 2 ആകുന്നുണ്ട്, 3 ആകുന്നുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. അന്നേരമുള്ള PMF എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 6 ആണ്. എക്സ് ബൈ 6 എഴുതി. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതി? എക്സ് ബൈ 6 എഴുതി. കാരണം 1 മുതൽ 3 വരെയുള്ള എക്സിൻ്റെ വാല്യൂസിന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 6 ആണ്. അതുകൊണ്ട് അവിടെ എക്സ് ബൈ 6 ആണ് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഴുതാനുള്ളത്. ഇനി സിഗ്മ നമുക്ക് അപ്ലൈ ചെയ്തതിനകത്ത് ആദ്യം എക്സിന് 1 കൊടുക്കാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും? 1 + 2 3 എന്നാകും അല്ലേ? 3യുടെ സ്ക്വയർ ഇൻറ്റു ഇത് 1 ആകും. എക്സ് 1 അല്ലേ? അപ്പോൾ 1/6. അപ്പോൾ എന്ത് കേട്ടാ? 3 സ്ക്വയർ ഇൻറ്റു 1/6 എന്ന് കിട്ടും. സിഗ്മ ആയതുകൊണ്ട് പ്ലസ് ഇട്ടതിന് ശേഷം എക്സിൻ്റെ അടുത്ത വാല്യൂ കൊടുക്കാം. എക്സിൻ്റെ അടുത്ത വാല്യൂ 2 ആണല്ലേ? അപ്പോൾ എക്സിന് 2 കൊടുക്കാം. അപ്പോൾ 2 + 2 എന്താണ്? 4 ആണ്. 4ൻ്റെ സ്ക്വയർ ഇൻറ്റു എക്സ് ഇവിടെ 2 അല്ലേ? അപ്പോൾ 2/6. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു 2/6 എന്ന് കിട്ടും. എപ്പോഴാ? എക്സ് 2 ആകുന്ന സമയത്ത്. സിഗ്മ ആയതുകൊണ്ട് അടുത്ത പ്ലസ് ഇട്ടതിന് ശേഷമേ എക്സിൻ്റെ അടുത്ത വാല്യൂ ഇതിനകത്ത് കൊടുക്കാവൂ. അപ്പോൾ 1 കൊടുത്തു, പ്ലസ് ഇട്ടു അല്ലേ? 2 അപ്ലൈ ചെയ്തു, അവിടെയും പ്ലസ് ഇട്ടു. ദെൻ 3 കൊടുക്കാൻ പോവാണ്. എക്സിന് 3 കൊടുക്കാൻ പോവാണ്. അപ്പോൾ 3 എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്ത് 3 + 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. 5 സ്ക്വയർ എന്ന് വരും. 5 സ്ക്വയർ ഇൻറ്റു എക്സിന് എന്താ? 3 ആണ് കൊടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ 3/6. ഇനി ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. 9 × 1 9. അപ്പോൾ 9/6 കിട്ടും. 9/6 പ്ലസ് 4 സ്ക്വയർ 16 ആണ്. 16 × 2 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 32/6 കിട്ടും. ഇനി ന്യൂമറേറ്ററിൽ 5 സ്ക്വയർ 25 × 3. 5 സ്ക്വയർ 25 ആണ്. 25 × 3 എന്ന് പറയുന്നത് 75 ആണ്. ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 6 എഴുതി. ഇനി ന്യൂമറേറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യണം. ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 9 + 32 + 75. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 116 എന്ന് കിട്ടും. 116/6 എന്ന് കിട്ടും അല്ലേ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി എഴുതാം. 116നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 58 എന്ന് കിട്ടും അല്ലേ? ബൈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. സോ അവർ ആൻസർ ഈസ് 58/3. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. 58/3. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ.
if capital X is any random variable, comma a and b any constants, and phi of x any function of x. Phi of x എന്ന് പറയുമ്പോൾ ഈ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ. എക്സ്പെക്ടേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എ, അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അതേ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് വാല്യൂ എടുത്തേക്കാണ്. ഇ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എയെ പുറത്തെടുക്കുക. അപ്പോൾ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ്. ആ ഫൈ ഓഫ് എക്സിൻ്റെ മാത്രം എക്സ്പെക്ടേഷൻ കണ്ടുപിടിച്ചാൽ മതി. എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷന് പുറത്തെടുക്കാം. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബി. ഇവിടെ രണ്ട് ടേമുകളുണ്ടല്ലേ, എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഒന്നാമത്തെ ടേം പ്ലസ് ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം. അപ്പോൾ നമുക്ക് ടേം ബൈ ടേം ആയിട്ട് എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി. എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എയെ പുറത്തെടുക്കാം. എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റൻ്റ് അല്ലേ, അത് ആ കോൺസ്റ്റൻ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് ബി. എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പ്ലസ് ബി. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് കോൾഡ് ദ മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് കോൾഡ് ദി മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഡിനോട്ടഡ് ബൈ മ്യൂ ഓർ എക്സ് ബാർ. അപ്പോൾ മ്യൂ കൊണ്ടോ എക്സ് ബാർ കൊണ്ടോ നമുക്ക് മീനിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് റാൻഡം വേരിയബിളിൻ്റെ മീൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് എക്സ് കൊമ ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 എൽസ്വെയർ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും തന്നേക്കുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫ് ആണ്. കാരണം എന്താണ്? കണ്ടോ, ഇവിടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെലിനകത്തുള്ള ഏത് വാല്യൂ വേണോ ആകാം. അങ്ങനെയാണെങ്കിൽ ആ റാൻഡം വേരിയബിളിനെ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. അതിൻ്റെ പി ഡി എഫ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 എൽസ്വെയർ. നമുക്ക് എന്താ വേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് 6x പ്ലസ് 3x സ്ക്വയർ. ഓപ്ഷൻസ് ഉണ്ട്, ഞാനിവിടെ ഓപ്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല. നമുക്കിതിൻ്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് 6x പ്ലസ് 3x സ്ക്വയർ. ഇവിടെ രണ്ട് ടേമുകളുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6x ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3x സ്ക്വയർ ആണ്. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഈ രണ്ട് ടേമുകൾക്കും കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിന് എക്സ്പെക്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് 6x എന്ന് കിട്ടും, പ്ലസ് സെക്കൻഡ് ടേമായ 3x സ്ക്വയറിന് എക്സ്പെക്ടേഷൻ എഴുതി കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് 3x സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് 6x ആണ്. അപ്പോൾ എക്സ് ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ, അതിൻ്റെ കൂടെ 6 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. 6 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലേ, പ്ലസ് അതുപോലെ സെക്കൻഡ് ടേം നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് 3x സ്ക്വയർ ആണ്. എക്സിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ആ 3യെ പുറത്തെടുക്കുക. അപ്പോൾ 3 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 6 ഇൻറ്റു ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതണം. നമുക്കറിയാം ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ ആർ. ആർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന റേഞ്ച് എന്താണോ അത് എഴുതണം. ഇൻ്റഗ്രൽ ഓവർ ആർ ഇ ഓഫ് ഇതിനകത്ത് കിടക്കുന്നത് എക്സ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു ആ റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 3 ഇൻറ്റു ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ആർ. ആർ എന്ന് പറയുമ്പോൾ അവിടെ തന്നിരിക്കുന്ന റേഞ്ച്. ഇതിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ആണ്, അതിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എവിടെയുള്ള പി ഡി എഫ് ആണ്? ഈ റേഞ്ചിനകത്ത്. ഇതിനകത്ത് നമ്മൾ ആർ കൊടുക്കത്തില്ലേ, റേഞ്ച് എഴുതത്തില്ലേ, ലിമിറ്റ് എഴുതത്തില്ലേ, ആ റേഞ്ചിനകത്തുള്ള പി ഡി എഫ് എന്താണോ അതിവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു ഇൻ്റഗ്രൽ
നമുക്കറിയാം ഈ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ 0 to 1 ആണ് അല്ലേ. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു അവിടുത്തെ എഫ് ഓഫ് എക്സ് എന്താണ് 2 into 1 minus x. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2 into 1 minus x എന്ന് കൊടുത്തു ഡി എക്സ് പ്ലസ് 3 ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രൽ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എഴുതണം. എഫ് ഓഫ് എക്സ് ഏത് ഇൻ്റർവലിനകത്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇൻ്റർവലാണ്. അപ്പോൾ ആ ഇൻ്റർവൽ അല്ലെങ്കിൽ ആ ലിമിറ്റ് ഇവിടെ ഇൻ്റഗ്രലിന് കൊടുക്കണം. 0 to 1 ഈ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ 0 to 1 അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് 2 into 1 minus x. 2 into 1 minus x dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിനകത്ത് നോക്കി ഒരു കോൺസ്റ്റൻ്റ് അടപ്പുണ്ട് 2 അടപ്പുണ്ട്. ആ 2നെ ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. അപ്പോൾ 6 into 2 എന്താണ് 12 എന്നാകും അല്ലേ. 12 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ബാക്കി എന്താ ഉള്ളത് എക്സ് ഇൻറ്റു 1 minus x dx. അത് അതുപോലെ എഴുതി പ്ലസ് ഇതിനകത്ത് നോക്കി രണ്ടാമത്തെ ഇൻ്റഗ്രലിനകത്ത് 2 ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ 2നെ പുറത്തെടുക്കുക. അപ്പോൾ 2 into 3 എന്താവും 6 എന്നാവും. 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇതിനകത്ത് ബാക്കിയുണ്ട്. പിന്നെ ആരുണ്ട് 1 minus x ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 minus x dx. നെക്സ്റ്റ് ഈ 12 അതുപോലെ എഴുതി ഇൻ്റഗ്രൽ 0 to 1 ഈ എക്സ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എക്സ് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടൈമിനും കൊടുക്കാൻ പോവുകയാണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 എന്താണ് എക്സ് മൈനസ് അതുപോലെ എഴുതി എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പുറത്ത് ഡി എക്സ് ഉണ്ട് പ്ലസ് 6 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ മൈനസ് അതുപോലെ എഴുതി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് അല്ലേ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബാണ് പുറത്ത് ഡി എക്സ്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു എക്സ് റൈസ് ടു 1ൻ്റെ ഇൻ്റഗ്രൽ. എക്സ് റൈസ് ടു 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ് എക്സ് റൈസ് ടു 1 ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 1 ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1 + 1 / 1 + 1 അല്ലേ. എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ് വിത്തിൻ ദി ലിമിറ്റ് എന്താണ് 0 to 1 0 to 1. ഓക്കെ, മൈനസ് നെക്സ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ integral of x square dx equal to x raised to 2 + 1 / 2 + 1. അപ്പോൾ x raised to 3 / 3 എന്ന് കിട്ടും. x raised to 3 / 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഓക്കെ, അവിടെ അത്രയും ഓക്കെ. സ്ക്വയർ ബ്രാക്കറ്റ് പ്ലസ് 6 ഇൻറ്റു ഇതിനകത്ത് ആദ്യം എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് എക്സ് റൈസ് ടു 3 / 3 വിത്തിൻ ദി ലിമിറ്റ് 0 to 1. ഓക്കെ, മൈനസ് എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ. എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 3 + 1 / 3 + 1 അല്ലേ. എക്സ് റൈസ് ടു 4/4 എന്ന് കിട്ടും. എക്സ് റൈസ് ടു 4/4 വിത്തിൻ ദി ലിമിറ്റ് 0 to 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു അത് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് 1 ആണ്. 1 സ്ക്വയർ 1 അല്ലേ. അപ്പോൾ 1/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ 0 ആയി പോകും. മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ 1³ / 3 അപ്പോൾ 1/3. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ്. 0 എടുത്ത് എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ 0/3 അത് 0 ആയിട്ട് പോകും. ആ ടൈം അങ്ങ് 0 ആയി പോകും. അത് നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 6 ഇൻറ്റു ഇനി ഇതിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് 1 ആണ്. 1 എടുത്ത് എക്സിന് കൊടുത്താൽ 1³ 1 ആണ്. അപ്പോൾ 1/3 മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ 0 ആയതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആയിട്ട് പോകും. അപ്പോൾ -0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ടൈം മൈനസ് എക്സ് റൈസ് ടു 4/4 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 ആണ്. 1⁻4 1 ആണ്. 1/4 എന്ന് കിട്ടും അല്ലേ. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലോവർ ലിമിറ്റ് 0 ആണ്. 0 എടുത്ത് എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആയി പോകും. പിന്നെ ആ ടൈം 0 എഴുതേണ്ട ആവശ്യമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു ഇവിടെ നോക്കിയ ഈ ബ്രാക്കറ്റിനകത്ത് 1/2 മൈനസ് 1/3 ഡിനോമിനേറ്റർ ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. രണ്ടാമത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 മൈനസ് 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഹോൾ ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 6 പ്ലസ് 6 ഇൻറ്റു
ഇവിടെ അതുപോലെ തന്നെയാണ്. ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ 3 ആണ്, സെക്കൻഡ് ടേമിൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ ആക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം, 4 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 മൈനസ് 3 ഇൻറ്റു 1 3 ഹോൾ ഡിവൈഡ് ബൈ 3 ഇൻറ്റു 4 അത് എത്രയാണ് 12, വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 3 മൈനസ് 2 1 ആണല്ലേ, 1/6 പ്ലസ് 6 ഇൻറ്റു 4 മൈനസ് 3 1 ആണ്. അപ്പോൾ 1/12 വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 12 ഡിനോമിനേറ്ററിൽ 6 അല്ലേ, 12 6. അപ്പോൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 2 പ്ലസ് ന്യൂമറേറ്ററിൽ 6 ഡിനോമിനേറ്ററിൽ 12. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1/2 എന്ന് കിട്ടും അല്ലേ. 2ൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 1 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 2 വിച്ച് ഇസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എന്താണ്, 5/2 ആണ്. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് 6x പ്ലസ് 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/2. ഓക്കെ.